മക്കയിൽ നിന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്കാണ് പലായനം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മക്കയിൽ നിന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട അക്രമങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായി പരിഗണിക്കാൻ പറ്റുമോ ഹിജറ? അല്ലെങ്കിൽ അതൊരു വ്യക്തമായ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു? അന്യമതത്തിൽപ്പെട്ട ഒരു ഭരണാധികാരി, ക്രൈസ്തവ ഭരണാധികാരി ഭരിക്കുമ്പോൾ പോലും വഹിയ അർദു സിദ്ദിഖിൻ എന്ന് പറയണമെങ്കിൽ ഒരു വിശാല മനസ്സുണ്ട്. എന്നാൽ അതിനേക്കാളൊക്കെ കുടുംബത്തെക്കാളും ആ ഭൂമിയെക്കാളും വീടിനേക്കാളും ഒക്കെ സ്വഹാബത്തിന് ദീനായിരുന്നു വലുത്. മക്കളെ യതീമുകളാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാനിതാ മദീനയിലേക്ക് പുറപ്പെടുന്നു, ഈ മലക്ക് പുറകിൽ ഉമറിനെ കാണാം, ഏറ്റുമുട്ടാൻ ധൈര്യമുള്ളവർ വാ. അതായത് വലിയ മദീനയിലേക്കൂടെ വലിയൊരു പലായനം വരുന്നുണ്ട്. ഇന്ന് നമ്മൾ ഇന്ത്യയിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം അതാണ്. നമുക്ക് അസ്തിത്വം മാത്രം പോരാ, വ്യക്തിത്വം. നമ്മൾ ഇവിടെ പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഇപ്പോഴത്തെ പാണക്കാട് തട്ടപ്പാലും ഒക്കെ ഉള്ള സമയത്ത് പലരും കൊണ്ടുപോയിട്ട് സൂക്ഷ്മമായ പ്ലാനിംഗ് എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ എത്ര വലിയ അന്തസ്സാണ് അവിടെ നമ്മൾ എടുത്തു കൊടുക്കേണ്ടത്. കാരണം കൊല്ലാൻ വന്ന ആളുകൾ കൊടുത്ത സ്വത്ത് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒരു അനുയായിയെ 3 ദിവസം മക്കയിൽ നിർത്തി, അത് കൊടുത്തിട്ട് 3-ാം ദിവസമാണ് അദ്ദേഹം പോകുന്നത്. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ലല്ലോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സാക്ഷി മാസികയുടെ മീറ്റ് ദ ലീഡേഴ്സ് എന്ന പ്രോഗ്രാമിന്റെ ആദ്യത്തെ സെഷനിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഹിജറയെ കുറിച്ചാണ്. ലോക ചരിത്രത്തിൽ മനുഷ്യരുടെ നിലനിൽപ്പിനും അസ്തിത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ പരമപ്രധാനമായ ഒന്നാണ് വിവിധ കാലഘട്ടങ്ങളിലും വിവിധ സമയങ്ങളിലും നടന്ന പലായനങ്ങൾ. ആദ്യ പ്രവാചകനായ ആദം നബി അലൈഹിസ്സലാം മുതൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള പ്രവാചക ശൃംഖലയിൽ അധിക ആളുകളും പലായനം ചെയ്തിട്ടുണ്ട്. എന്നാൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജറ അതിൽ നിന്നെല്ലാം വിഭിന്നമായിരുന്നു. കേവലമായ ശാരീരികമായൊരു ഹിജറക്കപ്പുറം മാനസികമായൊരു ഹിജറയായിരുന്നു അത്. പ്രവർത്തനങ്ങളിലെ ഉദ്ദേശശുദ്ധിക്കനുസരിച്ചാണ് പ്രതിഫലം ലഭിക്കുക എന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു പ്രവാചക വചനം കൂടെ ഹിജറയുടെ ആത്മാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതിനാൽ തന്നെ മക്കയിൽ നിന്നും മദീനയിലേക്ക് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പലായനത്തെക്കുറിച്ചും അത് മദീനയിൽ കൊണ്ടുവന്ന സാമൂഹിക മാറ്റങ്ങളെക്കുറിച്ചും അതിൻ്റെ ആധുനിക മാനങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മുടെ കൂടെ പരിചയപ്പെടുത്താൻ കൂടുതൽ മുഖവുരകളൊന്നും ആവശ്യമില്ലാത്ത സമാധരണീയനായ ബഹുമാനപ്പെട്ട വിശിഷ്യ കേരളത്തിൻ്റെ ഒരു അഭിമാന പ്രഭാഷകൻ കൂടെയായ ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ സാഹിബ് അവർകളാണ്. സ്വാഗതം. ആഗോള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു മാസം കടന്നു വന്നിരിക്കുകയാണ്, മുഹറം. ഈ ഒരു മാസത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഹിജറ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഹിജറ എന്ന വാക്കും അതിൽ നിന്ന് ഒരു മുസ്ലിം എന്ന രൂപത്തിൽ നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പാഠങ്ങൾ എന്തൊക്കെയാണ്? പലായനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഒരു ഒളിച്ചോട്ടമല്ല, മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കയിൽ ഇസ്ലാം വളരെ വലിയ പ്രതിസന്ധി നേരിട്ട സാഹചര്യത്തിൽ തിരിച്ചടിക്കാൻ പ്രാപ്തി ഉണ്ടായിട്ട് പോലും, ഉദാഹരണമായി ഉമർ റളിയല്ലാഹു തആല അൻഹു, ഹംസ റളിയല്ലാഹു തആല അൻഹു മുതലായ പ്രബലരും പ്രമുഖരുമായ സ്വഹാബി വര്യന്മാർ ഇസ്ലാമിലേക്ക് പ്രവേശിച്ച് ഇസ്ലാമിന് ശക്തി പകർന്ന സാഹചര്യത്തിൽ വേണമെങ്കിൽ ഈ ചെറുത്തുനിൽപ്പ് ശക്തമാക്കുകയും തിരിച്ചടി നൽകുകയും ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്താൽ ഇസ്ലാമിൻ്റെ ആവിർഭാവ സമയത്ത്, ആവിർഭാവം എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇസ്ലാമിൻ്റെ ആവിർഭാവം ഉണ്ടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടമാണ് നമ്മുടെ സംസാര വിഷയം എന്നതുകൊണ്ട് ആ മക്കയിലെ ഇസ്ലാമിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ ആ തരത്തിലുള്ള ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയാൽ ഒരു അക്രമത്തിന്റെ മതമായി ഇസ്ലാം ചിത്രീകരിക്കപ്പെടും എന്നത് ഒരു യാഥാർത്ഥ്യം. അത്തരമൊരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു നല്ല ഇസ്ലാമിക പ്രബോധന ഭൂമിക കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ട് ആ പ്രദേശത്ത് നിന്നും ഇസ്ലാമിൻ്റെ ആശയം ഉൾക്കൊണ്ട ആളുകളെ മറ്റൊരു പ്രദേശത്തേക്ക് നയിച്ച് അവരിലൂടെ അവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തി നല്ല രീതിയിൽ ഇസ്ലാമിന് ഒരു പ്രാദേശിക പിൻബലം ഉണ്ടാക്കി തീർക്കുകയും അതുവഴി ഇസ്ലാമിനെ ലോകത്ത് വ്യാപിപ്പിക്കാൻ ആവശ്യമായ സംവിധാനം ഒരുക്കുകയും ചെയ്യുക എന്ന വളരെ വിദഗ്ധമായ ദീർഘദൃഷ്ടിയുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു ഹിജറയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് സമർപ്പിച്ചത്. മക്കയിൽ നിന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്കാണ് പലായനം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ മക്കയിൽ നിന്നും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട അക്രമങ്ങളിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടമായി പരിഗണിക്കാൻ പറ്റുമോ ഹിജറ? അല്ലെങ്കിൽ അതൊരു വ്യക്തമായ ഒരു പദ്ധതിയുടെ ഭാഗമായിരുന്നു? ഒളിച്ചോട്ടമാണെങ്കിൽ പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ഇത്രയൊന്നും സഹനം നടത്താതെ നേരത്തെ തന്നെ പോകാമായിരുന്നു. നുബുവത്തിൻ്റെ
13 വർഷം എന്ന് പറയുന്നത് 40-ാം വയസ്സുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രവാചകത്വ ലബ്ധിയും പിന്നീടുള്ള 13 വർഷക്കാലം മക്കയിൽ സഹിച്ച ത്യാഗം ചെറുതല്ല. ഒരു ഒളിച്ചോട്ടമായിരുന്നു ലക്ഷ്യമെങ്കിൽ അങ്ങനെ ഒരു ത്യാഗം സഹിക്കേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. എത്രയോ നേരത്തെ പോകാമായിരുന്നു. ബിലാൽ റളിയല്ലാഹു തആല സഹിച്ചത്, ഹബ്ബാബ് റളിയല്ലാഹു തആല സഹിച്ചത്, സുമയ്യ ബീവിയുടെ കഥ, അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൽ വരെ ഒട്ടകത്തിന്റെ കുടിൽമാലിട്ട് വേദനിപ്പിച്ച് നമസ്കാരം പോലും നല്ല രീതിയിൽ നിർവഹിക്കാൻ കഴിയാത്തൊരു അവസ്ഥാവിശേഷം ഉണ്ടാക്കിയിട്ട് പോലും അന്ന് പോയിട്ടില്ല. പക്ഷെ ഇത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഒരു പ്രബോധന യാത്രയും അതിലുപരി ഇസ്ലാമിൻ്റെ പ്രബോധനത്തിന് വേണ്ടി മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടുള്ള കൃത്യമായ ഒരു പലായനവുമായിരുന്നു. ഒരിക്കലും ഒളിച്ചോട്ടമല്ല. എന്നാൽ ഹിജ്റ എടുത്ത് പരിശോധിച്ചാൽ ഹിജ്റയിൽ ഏറ്റവും അവസാനമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നത്. ആദ്യമായിട്ട് പോകാൻ സ്വഹാബികളുടെ മനസ്സിനെ അവർ ഹിജ്റയിലേക്ക് പാകപ്പെടുത്തുകയും ഏറ്റവും അവസാനമായിട്ട് ഇതിലേക്ക് ചേരുന്നത്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയായി കണ്ടുകൂടെ? അതുപോലെ തന്നെ ഇതര നേതാക്കളിൽ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റികൾ എന്തൊക്കെയാണ്? ആ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഇപ്പം ഇന്ന് ലോകത്ത് പല പലായനങ്ങളും നടക്കുന്നുവെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി മദീനയിൽ ഇതിനു വേണ്ട ഒരു പശ്ചാത്തലം ഒരുക്കുക എന്നത് ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം ദീർഘദൃഷ്ടിയുള്ള ഒരു പ്രവർത്തനമാണ്. കാരണം എവിടേക്കെങ്കിലും പോയി എന്തെങ്കിലും ചെയ്യുക എന്നതിന് പകരം അവിടെ അതിന് പറ്റിയൊരു പശ്ചാത്തലമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ, ഉദാഹരണം ഹബ്ഷയിലേക്ക് അഥവാ എത്യോപ്യയിലേക്ക് ഹിജ്റ പോകാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് നിർദ്ദേശം കൊടുത്തപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, ലൗ ഖറജതും ഇലാ അർദിൽ ഹബ്ഷതി, ഹബ്ഷയിലേക്ക് നിങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഫഇന്ന ഫീഹാ മലിക്കൻ ലാ യുദ്റമു ഇൻദഹു അഹദുൻ എന്നാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഒരു രാജാവുണ്ട്, ആ രാജാവിൻ്റെ ആ പ്രഭാവമുള്ള കാലത്തോളം നിങ്ങൾക്ക് അവിടെ ഒരു അക്രമം നേരിടേണ്ടി വരില്ലെന്ന് പറഞ്ഞു വഹിയ അർദു സിദ്ഖീൻ, അങ്ങനെ ഒരു വാക്ക് അൽബിദായയിലൊക്കെ കാണാം. ആ മദീനയെ കുറിച്ചല്ല, ഹബ്ഷയെ കുറിച്ച്, എത്യോപ്യയെ കുറിച്ച് പറഞ്ഞത്. എത്യോപ്യക്കുള്ള ആദ്യത്തെ, അപ്പോൾ വഹിയ അർദു സിദ്ഖീൻ എന്ന് പറയുമ്പോൾ ആ പ്രദേശത്ത് നജാഷി എന്ന് പറയുന്ന രാജാവിന്റെ ഭരണത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള മതിപ്പും അവിടെ സുരക്ഷിതത്വം ലഭ്യമാകുമെന്ന ദീർഘദൃഷ്ടിയും, അതിന്റെ അർത്ഥം അങ്ങനെ നബി തങ്ങൾ ഹബ്ഷയെ കുറിച്ച് പറയണമെങ്കിൽ ആ ഹബ്ഷയെ കുറിച്ചുള്ള പശ്ചാത്തലം നബി തങ്ങൾ പഠിച്ചു എന്നാണല്ലോ. നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കോ, രക്ഷപ്പെട്ടോ എന്ന സ്വന്തമായ ഒരു പ്രദേശമാണ്. അന്യമതത്തിൽപ്പെട്ട ഒരു ഭരണാധികാരി, ക്രൈസ്തവ ഭരണാധികാരി ഭരിക്കുമ്പോൾ പോലും വഹിയ അർദു സിദ്ഖീൻ എന്ന് പറയണമെങ്കിൽ ഒരു വിശാല മനസ്സുണ്ട്. അതിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ അയക്കുന്നതിന് മുമ്പ് അഖബ ഉടമ്പടി, 1-ാം അഖബ ഉടമ്പടി, 2-ാം അഖബ ഉടമ്പടി, അന്നും ഹജ്ജുണ്ട്. ഈ ഹജ്ജിന്റെ വേളയിൽ അവിടെ കടന്നു വരുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കണ്ട് സ്വീകാര്യത മക്കയിൽ ഉണ്ടാകും എന്നതിന് പശ്ചാത്തലമൊരുക്കി ചില വിശ്വാസികളെ അങ്ങോട്ട് അയച്ച് അവരിലൂടെ അവിടെ പ്രബോധനം നടത്തി ചെല്ലുന്ന ആളുകളെ സ്വീകരിക്കാനുള്ള ഒരു സ്വാഗത സംഘം പോലെ ഒരു ടീമിനെ ഒരുക്കി നിർത്തിയിട്ടാണ് സ്വഹാബത്തിനോട് പോകാൻ പറയുന്നത്. നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടോളൂ എന്നല്ല. ഇതൊരു വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ്. 1. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ പോയാൽ ഈ പ്രദേശത്ത് ഇവർ പീഡനം അനുഭവിക്കുകയാണ്. ഒരു പീഡനത്തിന്റെ മുഖത്ത് തന്റെ അനുയായികളെ ഇട്ടേച്ച് നബി തങ്ങൾ നേരത്തെ പോവുക എന്ന് പറയുമ്പോൾ ഒരിക്കലും ഒരു നേതാവിന് യോജിച്ചതല്ല. മറിച്ച് ആ പ്രദേശത്ത് അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഉണ്ടാക്കുകയും ചെറുത്തുനിൽപ്പിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് സഹനശക്തിയോട് കൂടി അതൊക്കെ സഹിക്കാനുള്ള മനസ്സ് അവർക്ക് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവരെ ആദ്യം വിടുന്നത്. ആദ്യം തന്റെ അനുയായികളെ രക്ഷപ്പെടുത്തുക, എന്നിട്ട് താൻ പോവുക എന്ന നയമാണ്. പിന്നെ അള്ളാഹുവിന്റെ കൽപ്പനയും ലഭിക്കണം. മറിച്ച് ഒരു രക്ഷപ്പെടൽ ആഗ്രഹിക്കുന്ന കേവലം ഒരു ദീർഘദൃഷ്ടിയില്ലാത്ത നേതാവാണെങ്കിൽ ആദ്യം ആ നേതാവ് പോകും, നിങ്ങൾ വന്നോ പിറകെ എന്ന് പറയും. അത് ലീഡർഷിപ്പ് ക്വാളിറ്റിയിലെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ എന്ന ആശയം ആദ്യമായിട്ട് സ്വഹാബികൾ കൈമാറുന്നു. യഥാർത്ഥത്തിൽ സ്വഹാബികൾ ഈ ഒരു ഹിജ്റ എന്ന ആശയത്തെ പൂർണ്ണമായും സ്വീകരിച്ചിട്ടുണ്ടോ? അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വലിയ യാത്രയെക്കുറിച്ച് അവരുടെ മുന്നിൽ വെക്കുകയാണ്. അതായത് സ്വഹാബികൾക്ക് എന്തെങ്കിലും ആശങ്ക ഇതിൽ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർ പൂർണ്ണമായും സ്വമേധയെ അംഗീകരിച്ചിട്ടുണ്ടോ ഈ ഒരു ഹിജ്റ? സ്വഹാബികളെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ എന്ന് പറയുന്നത് വേദനാജനകമായ ഒരു അനുഭവമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചിടത്തോളം മക്കയെ സ്നേഹിച്ചുകൊണ്ടുള്ള നബിയുടെ വചനങ്ങൾ, പോകുമ്പോൾ പറഞ്ഞ വചനങ്ങൾ വളരെ വ്യക്തമാണ്. ഏറ്റവും നല്ല ഭൂമിയാണ് എന്ന്, ഖൈറുൽ അർളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിടവാങ്ങൽ വാക്ക് പറയുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ കുടുംബത്തെക്കാളും ആ ഭൂമിയെക്കാളും വീടിനേക്കാളും ഒക്കെ സ്വഹാബത്തിന് ദീനായിരുന്നു വലുത്. അവർ ദീനിനു വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറായിരുന്നു. അതുകൊണ്ട് അവർ ആ പ്രദേശത്ത് നിന്ന് ഹിജ്റ പോകുമ്പോൾ ശത്രുക്കൾ തടഞ്ഞപ്പോൾ അതിന് പകരം അവരുടെ വീടും സമ്പത്തും ഒക്കെ കൊടുക്കാൻ അവർ തയ്യാറായി. ചിലർ ധീരമായി പോയി, ചിലർ അവർ സാധുക്കളായതുകൊണ്ട് അവരുടെ സ്വത്തും സമ്പാദ്യങ്ങളും എല്ലാം അവർ ഏൽപ്പിച്ച് അതൊക്കെ എടുത്ത സുഹൈബ് റളിയല്ലാഹു തആല അൻഹു അമ്പയ്യാനും തയ്യാറായി, തന്റെ സ്വത്ത് കൊടുക്കാനും തയ്യാറായി. യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു തആല അൻഹു വദാഇന്റെ തവാഫ് കഅബയെ ചെയ്തുകൊണ്ട്
അദ്ദേഹം പരസ്യമായി കഅബയുടെ അടുത്ത് വെച്ച് പ്രഖ്യാപിച്ച ചരിത്രത്തിൽ കാണാം, ആരെങ്കിലും ഭാര്യമാരെ വിധവകളാക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, മാതാപിതാക്കളെ വിട്ടുപിരിയണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, മക്കളെ യതീമുകളാക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഞാനിതാ മദീനയിലേക്ക് പുറപ്പെടുന്നു, ഈ മലക്ക് പുറകിൽ ഉമറിനെ കാണാം, ഏറ്റുമുട്ടാൻ ധൈര്യമുള്ളവർ വാ എന്ന് പരസ്യമായി മക്കത്ത് വെച്ച് വെല്ലുവിളിച്ചിട്ടാണ് ഉമർ റളിയല്ലാഹു തആല സംഘത്തെ കൊണ്ടുപോയത്. അപ്പോൾ സ്വഹാബത്ത് വെല്ലുവിളിച്ചും സ്വത്തും സമ്പാദ്യവും അവർക്ക് കൊടുത്തുകൊണ്ടും എങ്ങനെയെങ്കിലും മദീനയിൽ എത്തിപ്പെടുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക, ഇസ്ലാം പ്രചരിപ്പിക്കാൻ പറ്റിയൊരു ഭൂമിയിലെത്തുക എന്ന അദമ്യമായ ആഗ്രഹമായിരുന്നു. ഒട്ടും ആരും മടിച്ചു നിന്നിട്ടില്ല. അതിന്റെ തെളിവ് ധാരാളമായി ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. യഥാർത്ഥത്തിൽ ഹിജ്റയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പ്രവാചകരുടെ 53-ാമത്തെ വയസ്സിലാണ് ഹിജ്റ സംഭവിക്കുന്നത്. അതായത് നുബുവത്തിന്റെ 13-ാം വർഷം. ഈ ഒരു യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ലക്ഷ്യം ഹിജ്റ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് മുമ്പ് പോയില്ല? എന്തുകൊണ്ടാണ് നുബുവത്തിന്റെ 13-ാമത്തെ വർഷം ഹിജ്റ എന്നൊരു ഓപ്ഷനെ സെലക്ട് ചെയ്തത്? അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, ഈ ഹിജ്റ അള്ളാഹുവിന്റെ നിർദ്ദേശാനുസാരമുള്ള ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നും അങ്ങനെ അനുമതി കിട്ടിയിട്ടില്ല. അനുമതി കിട്ടിയ സമയത്ത് സ്വഹാബത്തിനെ പറഞ്ഞയച്ചു, പിന്നീട് നബി തങ്ങൾ പോയി. രണ്ടാമത്തെ ഒരു കാര്യം, ഈ പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് ആളുകളെ ആദ്യം ഹബ്ഷയിലേക്ക് അയച്ചു, പിന്നീട് അതുപോലെ പല സ്ഥലത്തേക്കും പലായനങ്ങൾ ഉണ്ടായി. ആ സന്ദർഭത്തിലൊക്കെ തിരിച്ചടിക്ക് പകരം രക്ഷയുള്ള ഒരു സ്ഥലത്തേക്ക് പോവുക എന്ന നയമാണ് സ്വീകരിച്ചത്. പക്ഷെ നേരത്തെ പോകാതിരിക്കാനുള്ള കാരണം, നേരത്തെ പോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നല്ല ഒരു സങ്കേതം കണ്ടെത്താൻ കഴിയാതെ വരും. രണ്ടാമത്തേത് ഒരു ഒളിച്ചോട്ടമായി പേടിച്ചോടിയതുപോലെ ചിത്രീകരിക്കും. നേരെ മറിച്ച് മക്കയിൽ തന്നെ നല്ല ഒരു ശക്തമായ നിരയെ ഉണ്ടാക്കി തീർത്ത് പ്രതിരോധിക്കാൻ കഴിവുള്ള സമയത്താണ് നബി തങ്ങൾ പോകുന്നത്. ഉമർ റളിയല്ലാഹു തആല പോയപ്പോൾ ഒരാളും തടയാൻ വന്നില്ലല്ലോ. ഹംസ റളിയല്ലാഹു തആലയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ആർക്കും ധൈര്യമില്ലല്ലോ. അത്തരമൊരു സാഹചര്യത്തിൽ കഴിവുള്ളപ്പോൾ തന്നെ ക്ഷമ കാണിച്ച് ഇവരോടൊരു പോരിറങ്ങാൻ കഴിവുണ്ടായിരിക്കെ പോര് നടത്താതെ ആ ഇസ്ലാമിന്റെ സഹിഷ്ണുത ബോധ്യപ്പെടുത്തിക്കൊണ്ട് സഹനശക്തി കാണിച്ചുകൊണ്ടാണ് പോയത്. അതാണ് നേരത്തെ പോകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ചിലത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്നും ഹിജ്റ ചെയ്ത് മദീനയിൽ എത്തുന്നു. മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജൂതരുമായി ചേർന്ന് ഭരണഘടന നിർമ്മിക്കുന്നുണ്ട്. അതൊക്കെ ഒരു മദീന കണ്ട ഏറ്റവും വലിയ സാമൂഹിക മാറ്റങ്ങളായിരുന്നു. അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ മദീനയിൽ കൊണ്ടുവന്ന സാമൂഹിക മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ഹിജ്റ മദീനയിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ വളരെ പ്രധാനമായി അവിടുത്തെ 2 പ്രധാനപ്പെട്ട ഗോത്രങ്ങളായിരുന്നു ഔസ്, ഖസ്റജ്. പരസ്പരം പോരടിച്ച് നിൽക്കുന്ന ഒരു സമൂഹം. ആ സമൂഹത്തെ ശരിക്ക് കൂട്ടിയിണക്കാൻ കഴിഞ്ഞു. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, മുഹാജിറുകൾ എന്ന് പറയുന്ന വിഭാഗം ആളുകൾ മക്കയിൽ നിന്ന് അങ്ങോട്ട് കടന്നു ചെല്ലുന്ന പ്രവാസികളാണ്. അൻസാരികൾ അവരെ സ്വീകരിച്ചു. ഈ മുഹാജിറുകളും അൻസാരികളും തമ്മിലുള്ള സ്വീകരണത്തിന്റെ പ്രത്യേകത ചരിത്രം വളരെ ഗൗരവത്തോടെ എടുത്തു പറയുന്നുണ്ട്. വീടുകൾ ഒഴിഞ്ഞു കൊടുത്ത ഒരു ഭാഗം, ചിലർ ഒന്നിലധികം ഭാര്യമാരുള്ളവർ ഭാര്യമാരെ വിവാഹമോചനം നടത്തി ഇവർക്ക് ഭാര്യമാരാക്കി കൊടുത്തു, മക്കളെ വിവാഹം കഴിച്ചു കൊടുത്തു, അവരുടെ കൃഷിയിടങ്ങളിൽ പങ്കാളികളാക്കി. എല്ലാ അർത്ഥത്തിലും അളവിലും വലിയ ഒരു സ്നേഹ മസർണമായ പെരുമാറ്റം കാഴ്ചവെച്ചു എന്നതാണ് മറ്റൊന്ന്. അന്ധതയിൽ കഴിഞ്ഞിരുന്നൊരു ജനസമൂഹം. ആ ജനസമൂഹത്തിന് മുമ്പിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ പറഞ്ഞത് അഫ്ഷുസ്സലാം വന്നാസു നിയാം എന്ന് പറഞ്ഞിട്ട് സ്വർഗത്തിൽ കടക്കാനുള്ള മാർഗങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഭക്ഷണം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ അത് സ്വാഭാവികമായും ആളുകൾക്ക് ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. സലാം പറയുക എന്നാൽ എല്ലാവർക്കും രക്ഷയുണ്ടാകട്ടെ എന്ന സന്ദേശം പരത്തുകയാണ്. നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ ആത്മീയ വിശുദ്ധി നേടുകയാണ്. ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി പറയുമ്പോൾ ഈ ഒരു വിശുദ്ധമായ വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ നിർദ്ദേശങ്ങൾ സ്വാഭാവികമായും മദീനയിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കി എന്നതാണ് ആ പ്രദേശത്തുണ്ടായ ഏറ്റവും വലിയ മാറ്റം. മറ്റൊന്ന്, ആ പ്രദേശത്തെ ജനങ്ങൾ ഭൗതികതയിൽ ലയിച്ചു ചേർന്ന് നിൽക്കുന്ന ആളുകളായിരുന്നു. അവർക്ക് ആത്മീയ ബോധമുണ്ടാക്കി, കെട്ടുറപ്പുണ്ടാക്കി, മാത്രമല്ല മദീനയെ സുസജ്ജമായ ഒരു രാഷ്ട്രമാക്കി മാറ്റുവാനും ഒരു നല്ല ഭരണം കാഴ്ചവെക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞു. ഒരു ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ആദം നബി അലൈഹി സ്വലാം മുതലുള്ള ഒരു പ്രവാചക ശൃംഖല എടുത്താൽ അധിക പ്രവാചകൻ നൂഹ് നബി ആകട്ടെ, ഇബ്രാഹിം നബി ആകട്ടെ, ഒരുപാട് പ്രവാചകന്മാർ ഹിജ്റ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഹിജ്റ എന്നുള്ളത്, പലായനം എന്നുള്ളത് പ്രവാചകന്മാരുടെ പ്രത്യേകതയായി പരിഗണിക്കാൻ പറ്റുമോ? പലായനം എന്നുള്ളത് പ്രവാചകന്മാരുടെ പ്രത്യേകതയ്ക്ക് പകരം നമ്മൾ മനസ്സിലാക്കേണ്ടത് സാഹചര്യങ്ങൾക്കനുസരിച്ചുള്ള ഇസ്ലാമിക പ്രബോധനത്തിന്റെ ഒരു രീതിശാസ്ത്രമാണ് പലായനം. ഇപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിൽക്കുന്ന സമയത്താണ് ഫറോവ വലിയ പ്രതിസന്ധി തീർത്ത്. ലോകത്ത് അത്ര വലിയ ഫാസിസ്റ്റ് ഭീകരൻ വേറെ ഉണ്ടായിട്ടില്ല. ആ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പലായനം ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെങ്കടൽ കടന്നു വന്ന സംഭവം, പിന്നീട് ബൈത്തുൽ മുഖദ്ദിസിലെത്തിയ സംഭവം നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്രൂദ് വളരെ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചപ്പോൾ നമ്രൂദിന്റെ തീക്കുണ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രബോധനത്തിന് വേണ്ടി ഷാമിലേക്ക് വന്നു. അതുപോലെ ഓരോ പ്രവാചകന്മാരും, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പേടകത്തിൽ ആളുകളെയും കൊണ്ടുപോയല്ലോ, അങ്ങനെ ഓരോ പ്രവാചകന്മാരും
ഈ പലായനം നടത്തിയത് ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്, അവരുടെ ജീവിത സംരക്ഷണത്തിന് വേണ്ടി മാത്രമല്ല. എന്നതുപോലെ തന്നെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പലായനവും ഇസ്ലാമിനെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തിലായിരുന്നു. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജീവൻ സംരക്ഷിക്കലാണ് ലക്ഷ്യമെങ്കിൽ അർക്കം റളിയല്ലാഹു തആലയുടെ വീട്ടിൽ വെച്ച് പ്രബോധനം നടത്താൻ ഖുറൈശികൾ അനുമതി കൊടുത്തിരുന്നു. പുറത്തിറക്കരുത് എന്നേ പറഞ്ഞുള്ളൂ. നിങ്ങൾ അകത്ത് വെച്ച് എന്തും ചെയ്തോളൂ, പുറത്തിറക്കാൻ പാടില്ല. അപ്പൊ സ്വജീവനാണ് വിഷയമെങ്കിൽ, ജീവിതമാണ് വിഷയമെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിനകത്ത് ഒരു പ്രബോധകനായി കഴിയാമായിരുന്നു, പുറത്തിറങ്ങി ദീൻ പറയണ്ട എന്ന് തീരുമാനിച്ചാൽ മതി. അവിടുന്ന് പകരം ഇസ്ലാമിനെ പ്രബോധനം ചെയ്യാനുള്ള ഭൂമിക സൃഷ്ടിച്ചെടുത്തു എന്നതാണ് പലായനത്തിന്റെ പ്രത്യേകത. ഒരു പലായനത്തിന്റെ സ്ഥലമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരഞ്ഞെടുക്കുന്ന മദീനയാണ്. മറ്റു സ്ഥലങ്ങളും സാധ്യതകളും ഉണ്ടായിരിക്കെ എന്തുകൊണ്ടാണ് മദീന തിരഞ്ഞെടുത്തത്? പ്രത്യേകിച്ച് ത്വായിഫിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകുന്നുണ്ട്. ത്വായിഫിലെ ജനങ്ങൾ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചിരുന്നുവെങ്കിൽ പ്രവാചകരുടെ ഹിജ്റ ത്വായിഫ് ആകുമായിരുന്നു, അല്ലെങ്കിൽ അബ്സീനിയയിലെ ആളുകൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ പ്രവാചകരുടെ ഹിജ്റ അവിടേക്കാകുമായിരുന്നു. അബ്സീനിയ സ്വീകരിച്ചു, അതേസമയത്ത് ത്വായിഫ് നേരത്തെ സ്വീകരിച്ചില്ല. ഇത് രണ്ടും വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വീകരിച്ച അബ്സീനിയയിലേക്ക് നബി തങ്ങൾ ഇത്ര പോകാതെ അതുപോലെ തന്നെ മദീനയിലേക്ക് പോകാനുള്ള കാരണം പരിശോധിക്കുമ്പോൾ അത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. മുന്നോടിയായിട്ട് പരിഗണിക്കാൻ പറ്റും, ദൈവിക നിർദ്ദേശം, ചോദ്യം വ്യക്തമല്ല. അതായത് ഒരു വലിയ മദീനയിലേക്കുള്ള വലിയൊരു പലായനം വരുന്നുണ്ട്, അതിന് മുന്നോടിയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ത്വായിഫിലേക്കും ഹബശയിലേക്കും ഉള്ള ഈ പലായനത്തിന്റെ ലക്ഷ്യം മനസ്സിലാക്കിയാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരമായി, അതായത് ഓരോ പ്രദേശത്തേക്കും പലായനം ചെയ്തത് ആ പ്രദേശത്ത് ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുകയും നിലവിലുള്ള വിശ്വാസികൾക്ക് സുരക്ഷിതമായ ഇസ്ലാമിനെ ജീവിതത്തിൽ പകർത്താനും അനുഷ്ഠിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടാക്കുകയും ചെയ്യുക എന്നാണ്. അത് പരിശോധിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനപ്പെട്ട ഖദീജ ബിയുടെ മരണം, അതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം അബൂ താലിബിന്റെ മരണം, ഈ മരണമൊക്കെ സംഭവിച്ചപ്പോൾ ആമുൽ ഹുസ്ൻ എന്ന് പറയുന്ന ആ വർഷം ദുഃഖിച്ചുകൊണ്ട് ത്വായിഫിലേക്ക് ബന്ധുക്കളെ സമീപിച്ചത്. അവർ തിരസ്കരിച്ചു. അവർ തിരസ്കരിച്ചപ്പോൾ പോലും നബി തങ്ങൾ ചെയ്തൊരു പ്രവർത്തനമുണ്ട്. അവർ തിരസ്കരിച്ചുകൊണ്ട് കല്ലെറിഞ്ഞ് വേദനിപ്പിച്ചപ്പോൾ, ശത്രുക്കളെ പോലെ അവർ ആക്രമിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാലാഖയെ അയച്ചുകൊണ്ട് പറഞ്ഞു, ഈ മലകൾ കൂട്ടിയിടിച്ചുകൊണ്ട് അവരെ നശിപ്പിച്ചു തരാം, അൻ അത്ബിക അലൈഹിമുൽ അക്ഷബൈൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞ വാചകം എന്താണ്? അങ്ങനെ ചെയ്യാനല്ല, അർജു അൻ യുഖദിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബുദുല്ലാഹ വഹദ. അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു ടീം അവരുടെ കുടുംബത്തിൽ നിന്ന് ഉണ്ടാകുന്നതിനെയാണ് പ്രതീക്ഷിക്കുന്നത്, കൊല്ലരുത് അവരെ എന്നാണ്. അപ്പോൾ സഹിഷ്ണുത പ്രകടിപ്പിച്ചു. അപ്പൊ അവരോട് പോലും സഹിഷ്ണുത കാണിച്ചു. എന്നിട്ട് മദീനയിലേക്ക് പോകേണ്ട കാരണം ഭൂമികയും പശ്ചാത്തലവും വെച്ച് നോക്കുമ്പോൾ അഖബ ഉടമ്പടിയിലൂടെ ആ പ്രദേശത്ത് നല്ല ഒരു ടീമിനെ വാർത്തെടുക്കാൻ കഴിഞ്ഞു. അവിടുത്തെ പ്രമുഖരായ ആളുകളെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും നേരിൽ കണ്ട് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. പലരും ഇസ്ലാമിലേക്ക് വന്നു. അങ്ങനെ അള്ളാഹുവിന്റെ നിർദ്ദേശവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പനി പിടിച്ച പ്രദേശം യഥ്രിബ്, ആ പ്രദേശത്ത് ഇസ്ലാമിന് നല്ലൊരു ഭൂമിക ഉണ്ട് എന്ന് ദീർഘദൃഷ്ടിയോടുകൂടി മനസ്സിലാക്കുകയും അവരുടെ ക്ഷണവും എല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് മദീന തിരഞ്ഞെടുത്തത്. യഥാർത്ഥത്തിൽ ഹിജ്റയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 320 കിലോമീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഒരു യാത്രയിൽ ഭൂമി ചുരുക്കപ്പെട്ടിരുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇസ്രാ മിറാജ് സംഭവിച്ച പോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രത്യേക വാഹനം സജ്ജമാക്കിയിട്ട് എന്തുകൊണ്ട് ഹിജ്റയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് നടത്തിയ, അഥവാ അള്ളാഹുവിലേക്ക് ഒറ്റക്ക് നടത്തിയ, അള്ളാഹു വിളിച്ചു കൊണ്ടുപോയ ഒരു സന്ദർഭമാണ് മിറാജ്. അതിൽ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ടാണ് പോയത്. ഓരോന്നിനും ഓരോ കാരണം ഉണ്ടാവും. തിരിച്ചു വരുമ്പോൾ ശത്രുക്കൾ ചോദിച്ചല്ലോ അവിടെ പോയോ, അത് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഉപയോഗപ്പെടുത്തപ്പെട്ട പ്രധാനപ്പെട്ട ഒന്ന് ബൈത്തുൽ മുഖദ്ദസാണ്. അവർ നേരത്തെ ഷാമിലേക്ക് കച്ചവടത്തിന് പോയി പരിചയമുള്ള ബൈത്തുൽ മുഖദ്ദസിനെ ശരിക്കും വിവരിച്ചു കൊടുത്തപ്പോൾ അവർക്കത് ബോധ്യമായി. നേരെ മറിച്ച് നേരെ പോയി വന്നിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു വിവരണത്തിന് ഒരു സാധ്യതയില്ല. അപ്പോൾ അള്ളാഹു ഓരോ കാര്യം ചെയ്യുമ്പോഴും അതിന് ചില പ്രത്യേകത ഉണ്ട്. മറ്റൊന്ന് ആത്മീയമായി അവിടെ ബാറക്കന ഹൗലഹു എന്നതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം ആ സജ്ജനങ്ങളുടെ ഒരുപാട് പ്രവാചകന്മാരുടെ മക്ബറകളുണ്ട് അവിടെ സന്ദർശനം. അത് മറ്റൊരു കാര്യം. എന്ന പോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഹിജ്റ എന്ന് പറയുന്ന ഈ പ്രവർത്തനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ കൂട്ടിയിട്ടാണ് പോകുന്നത്. ഒരു വഴികാട്ടിയ പോലെ അബ്ദുല്ലാഹി ബിൻ ഉറൈഖിത്തു ദുഅലി എന്ന് പറയുന്ന ഒരാൾ, ആമിർ ബിൻ ഫുഹൈറ, ഇവരൊക്കെ കൂടെയുണ്ട് സഹായത്തിന്. ഇവരെ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഇവരൊക്കെ ഉണ്ട്. നബി തങ്ങൾ ഒറ്റക്കല്ല, സിദ്ദീഖ് തങ്ങളുണ്ടല്ലോ. വഴികാട്ടി അബ്ദുല്ലാഹി ബിൻ ഉറൈഖിത്തു ദുഅലി എന്ന് പറയുന്ന ഒരു ഗ്രാമീണനുണ്ട്. അയാൾക്ക് വഴിയറിയുള്ളൂ. സ്പെഷ്യൽ വഴിക്കാണ് പോയത്, കടൽത്തീരത്തൂടെ. ഇന്ന് നമ്മൾ മദീനയിൽ ചെന്നാൽ അവിടുത്തെ എക്സിബിഷൻ ഹാളിൽ അതിന്റെ റൂട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആമിർ ബിൻ ഫുഹൈറ, അടിമ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ, ഇവരൊക്കെ സഹായത്തോടു കൂടി പോകുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അല്ലാഹു ഒരു വാഹനം ഒരുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ അങ്ങ് പ്രത്യേക രീതിയിൽ ഭൂമി ചുരുക്കി പോവുകയും ചെയ്താൽ ഇവർക്ക് അതിന്റെ കൂടെ പോകാൻ കഴിയില്ലല്ലോ. ഒന്നത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ പോലെ ഒട്ടകത്തിലേറി യാത്ര ചെയ്തു. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കൂടെ സൗർ ഗുഹയിൽ 3 ദിവസം താമസിച്ചു. അവിടെയും നബി തങ്ങൾ തന്ത്രം പ്രയോഗിച്ചു. മദീനയുടെ വടക്കാണ്, മക്കയുടെ വടക്കാണ് മദീന കിടക്കുന്നത്.
അതേസമയത്ത് പോയത് ആദ്യം തെക്കോട്ടാണ്. എന്നിട്ട് അവിടെ നിന്ന് ഗുഹയിൽ 3 ദിവസം താമസിച്ചിട്ടാണ് പിന്നീട് പോകുന്നത്. ശത്രുക്കളെ വഴിതെറ്റിക്കാനുള്ള ഒരു തന്ത്രപരമായ സമീപനമായിരുന്നു പ്ലാനിങ്. നല്ല പ്ലാനിങ് ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഒരു ഗ്രാമീണനെ വിളിച്ച് നല്ലൊരു സ്പെഷ്യൽ വഴി തെരഞ്ഞെടുത്ത്, പ്രത്യേക വഴി തെരഞ്ഞെടുത്ത്, അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജനകീയമായ ഒരു സംരംഭം എന്ന രീതിയിൽ തന്നെയാണ് ഹിജ്റ പോയത്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ ഈ സ്വഹാബത്ത് മുഴുവൻ കഷ്ടപ്പെട്ടു പോയി, നബി തങ്ങൾ ഒരു പ്രത്യേക രീതിയിലും വന്നു എന്ന് പറയുമ്പോൾ അതൊരു നേതാവിന്റെ ക്വാളിറ്റിക്ക് കോട്ടം തട്ടുമോ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സാധാരണ പോയ പോലെ തന്നെയാണ് നബി തങ്ങൾ പോയത്. ആവശ്യമെങ്കിൽ അള്ളാഹു ഒരുപക്ഷെ വലിയ സൗകര്യം ചെയ്തു കൊടുക്കുമായിരുന്നു. പക്ഷെ ത്യാഗനിർഭരമായ ഒരു പോക്കായിരുന്നു. അപ്പോൾ നമ്മൾ ഹിജ്റയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു. അതുപോലെ തന്നെ ഇന്നും ഒരു അന്താരാഷ്ട്ര തലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിഷയങ്ങളാണ് പലായനങ്ങൾ. സ്വന്തം രാജ്യത്ത് നിന്നും കുടിയിറക്കപ്പെട്ട് ഇതര രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്വന്തം രാജ്യം അവർക്ക് സംരക്ഷണം നൽകുന്നില്ല എന്ന് മാത്രമല്ല, ആക്രമിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുമായി ഇത്തരത്തിലുള്ള പലായനങ്ങളെ തുലനം ചെയ്യാൻ സാധിക്കും. അവിടെ നമ്മൾ തുലനം ചെയ്യുമ്പോൾ കാര്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പലായനങ്ങൾ അഥവാ ഇന്ന് ലോകത്ത് നടക്കുന്ന പലായനങ്ങൾ, അതിപ്പോൾ നമ്മൾ ഉയ്ഗൂർ മുസ്ലിങ്ങളാണെങ്കിലും മ്യാൻമാറിലെ മുസ്ലിങ്ങളാണെങ്കിലും പലസ്തീൻ്റെ മക്കളാണെങ്കിലും അതുപോലെ തന്നെ ലോകത്തെ സാമ്രാജ്യത്വ ശക്തികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇവര് അന്നവും ജീവിതവും കുറിച്ചാണ് പോകുന്നത്. സ്വഹാബത്ത് പോയത് അന്നവും ജീവിതവും കുറിച്ചല്ല. അവർക്ക് ജീവിക്കാൻ മക്കയിൽ ഇഷ്ടംപോലെ സൗകര്യം ഉണ്ടായിരുന്നു. കാരണം അവരെ സംബന്ധിച്ച് അസ്തിത്വം കളഞ്ഞാൽ അവർക്ക് വ്യക്തിത്വം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഇന്ത്യയിലും ചിന്തിക്കേണ്ട ഒരു കാര്യം അതാ, നമുക്ക് അസ്തിത്വം മാത്രം പോരാ, വ്യക്തിത്വം വേണം. നമ്മൾ ഇവിടെ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയിൽ നമ്മളെല്ലാവരും കൂടി ചേരുകയാണെങ്കിൽ നമുക്ക് അസ്തിത്വം ഉണ്ടാവും, സുഖമായിട്ട് ജീവിക്കാം, സൗകര്യം ഉണ്ടാവും, പക്ഷെ വ്യക്തിത്വം ഉണ്ടാവില്ല. എന്നതുപോലെ സ്വഹാബത്തിന് വേണമെങ്കിൽ മക്കയിൽ അസ്തിത്വം ഉണ്ടാകുമായിരുന്നു ഖുറൈശികൾക്കനുസരിച്ച് ജീവിച്ചാൽ, അല്ലെങ്കിൽ അകത്ത് മാത്രം പ്രബോധനം നടത്തിയാൽ. അതുപോലെ വ്യക്തിത്വമാണ് ഇസ്ലാമിന്റെ. ആ ഐഡന്റിറ്റി ഉയർത്തിപ്പിടിക്കാനാണ് അവർ പോയത്. ഇന്ന് ഈ മുസ്ലിങ്ങളെ അതുപോലെ തന്നെ പലരും, മുസ്ലിങ്ങൾ മാത്രമല്ല ലോകത്ത് ഒരുപാട് അഭയാർത്ഥികളുണ്ട്, ഈ അഭയാർത്ഥികൾ പോകുന്നത് ജീവിത സംരക്ഷണത്തിന് വേണ്ടിയാണ്. മാത്രമല്ല അവർ പോകുന്നത് ഒരു ലക്ഷ്യത്തിലേക്കല്ല. എങ്ങോട്ടാണ് അവർ പോകുന്നത് അവർക്കറിയില്ല. പലസ്തീൻ മുസ്ലിങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തുണ്ട്, ഉയ്ഗൂർ മുസ്ലിങ്ങൾ പല ഭാഗത്തുണ്ട്, റോഹിംഗ്യൻ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ പോലും വന്ന് അവരെ ഇന്ത്യയിൽ നിന്ന് പോലും പുറത്താക്കണമെന്ന് പറഞ്ഞ വാദഗതികൾ കണ്ടു. അവർക്ക് സംരക്ഷണ കേന്ദ്രമില്ല, എവിടേക്കാണ് പോകുന്നതെന്നറിയില്ല, പ്രീ പ്ലാൻ ഇല്ല. പെട്ടെന്നുണ്ടായ സംരംഭത്തിലുള്ള ഒരു നാടുവിട്ട് പോക്ക് എന്നേ അതിന് പറയാൻ പറ്റൂ. നേരെ മറിച്ച് ഹിജ്റ അങ്ങനെയല്ല, വ്യക്തമായ പ്ലാന്, അവിടെ സ്വീകരിക്കാൻ ആള്, മാത്രമല്ല ആദർശമാണ് ലക്ഷ്യം. അവരുടെ ജീവിതമാണെങ്കിൽ മക്കയിലാകാമായിരുന്നു. ജീവിതത്തോടൊപ്പം ആദർശം വേണം എന്നതാണ് ഹിജ്റയുടെ ഏറ്റവും വലിയ പാഠം. ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയെല്ലാം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹുവിന്റെ കാലത്താണ് ഹിജ്റ കലണ്ടർ നിലവിൽ വരുന്നത്. ഒരു ഹിജ്റ കലണ്ടർ നിർമ്മിക്കുന്ന സമയത്ത് ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് ഹിജ്റ വർഷം ആരംഭിക്കേണ്ടത് എന്നുള്ളതിൽ. പ്രത്യേകിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണമാണോ ജനനമാണോ, ഒരുപാട് ചർച്ചകൾ നടന്നു. അവസാനമാണ് ഒരു ഹിജ്റയെ ഒരു ഓപ്ഷനായി തിരഞ്ഞെടുക്കുന്നത്. ഈ ഒരു മുഹറം മാസത്തിലാണ് ഹിജ്റ ആരംഭിക്കുന്നത്. മുഹറം 1 ആരംഭിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ പോയ ദിവസമാണോ, മദീനയിൽ എത്തിയ ദിവസമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക ദിവസങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഈ മുഹറം 1 കണക്കാക്കപ്പെടുന്നത്? അവിടെ ചരിത്രം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ആണ് അത് ചരിത്രത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. ഇമാം തൊബരി ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. അൻ ഉസ്മാൻ ഇബ്നു ഉബൈദില്ലാഹി ഇബ്നു അബീ റാഫി ഖാല സമയത്ത് സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല, അദ്ദേഹം പറയാണ്, സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല മദീനയിലെ വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തിന് ഞാൻ കേട്ടു യഖൂലു ജമാ ഉമറുൻ നാസ, ഉമർ റളിയല്ലാഹു തആല ജനങ്ങൾ ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് ഫസഅലഹും, അവരോട് ചോദിച്ചു, മിൻ അയ്യി യൗമിൻ നക്തുബു, നമ്മൾ ഏത് ദിവസമാണ് ഹിജ്റയുടെ ഒരു തുടക്കമായി കണക്കാക്കേണ്ടത്? അപ്പൊ ചിലർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനനം, ചിലർ പറഞ്ഞു നുബുവത്ത് കിട്ടിയ ദിവസം, ചിലർ പറഞ്ഞു മരണം. കാരണം അങ്ങനെ പറയാൻ കാരണം പൂർവ്വ കാലഘട്ടങ്ങളിലെ ഈ വർഷം കണക്കാക്കൽ ഒരു സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കാലഘട്ടം, പിന്നീട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തെ വെള്ളപ്പൊക്ക കാലഘട്ടം, പിന്നീട് നമ്രൂദ് തീയിലിട്ടു, ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി ആ കാലഘട്ടം മുതൽ, ആ തീയിലിട്ട കാലഘട്ടം. നമ്മുടെ നാട്ടിലൊക്കെ പഴയ വയസ്സായ ആളുകൾ ഖിലാഫത്തിൽ ഇത്ര വയസ്സായിരുന്നു അവർക്ക് എന്ന് പറയും. ആ ഖിലാഫത്ത് സംഭവത്തെ ആധാരമാക്കി ആമുൽ ഫീൽ, ആനക്കല സംഭവത്തൊക്കെ അങ്ങനെയായിരുന്നു കണക്കാക്കി. ആമുൽ ഫീൽ ആധാരമാക്കി മക്കയിൽ വർഷം കണക്കാക്കാറുണ്ടായിരുന്നു. എന്നാൽ മാസങ്ങൾ പണ്ട് മുതലേ അവർക്കിടയിലുണ്ട്. ഈ അറബി മാസപ്രകാരമുള്ള മാസങ്ങൾ പണ്ടേ ഉണ്ട്. അങ്ങനെ ഈ കൊല്ലത്തെക്കുറിച്ച് എങ്ങനെ നമ്മൾ തീരുമാനിക്കും? ഒരു തുടക്കം എന്നാണ്? വർഷത്തിന് 1ാമത്തെ വർഷം എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ 2024 ആണെങ്കിൽ അതിന്റെ ഒന്നുണ്ടല്ലോ, ആ ഒന്നെങ്ങനെ തീരുമാനിക്കും? അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഫഖാല അലിയുൻ റളിയല്ലാഹു തആല, അലി റളിയല്ലാഹു തആല പറഞ്ഞു, മിൻ യൗമി ഹാജറ റസൂലുള്ളാഹി വ തറക അർള ശിർകി ഫഫഅലഹു ഉമർ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശിർക്കിന്റെ നാട് വിട്ട്, അത് ആ പ്രയോഗം മക്കയെ മോശമാക്കിക്കൊണ്ടല്ല, അവിടെ മുശ്രിക്കീങ്ങളായിരുന്നു, മുശ്രിക്കീങ്ങളെ വിട്ട് മദീനയിലേക്ക് മിൻ യൗമി ഹാജറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ ഹിജ്റ പോയ ആ ദിവസം, അത് എന്നാണോ ആ ഹിജ്റയുടെ
ദിവസം ഒരു 1-ാം വർഷമാക്കി, ഹിജ്റ 1-ാം വർഷമാക്കി നമുക്ക് കണക്കാക്കാം. പിന്നെ താങ്കൾ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പരമ്പരാഗതമായി മക്കയിൽ അന്നുണ്ടായിരുന്നത് അറബി മാസത്തിന്റെ തുടക്കം മുഹറമായിരുന്നു. അപ്പൊ ആ പാരമ്പര്യത്തെ നിലനിർത്തുകയും ഹിജ്റ പോയ ആ സംഭവം 1-ാമത്തെ വർഷമാക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് റബീഉൽ അവ്വലിൽ ഹിജ്റ നടന്നിട്ടും പണ്ട് കാലം മുതലേ പരമ്പരാഗതമായി ഖുറൈശികൾ മാസത്തുടക്കം മുഹറമായി കണക്കാക്കിയത് കൊണ്ട് അത് തന്നെ ഇസ്ലാം അംഗീകരിച്ചു. അങ്ങനെയാണ് തീരുമാനിച്ചത്. ഇതാണ് അതിന്റെ തീരുമാനം. അത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. ഈ ട്രഡീഷനുകളൊക്കെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. ഇപ്പൊ അൽ കഹ്ഫ് സൂറയിൽ നമുക്ക് കാണാം, 300 കൊല്ലം അവർ ആ ഗുഹയിൽ താമസിച്ചു. വസ്ദാദു തിസ്അ. അങ്ങനെ പറയാൻ കാരണം 9 കൊല്ലം എന്ന് പറയുന്നത് ചന്ദ്രവർഷവും സൂര്യവർഷവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു വർഷത്തെ ചന്ദ്രവർഷം സൂര്യവർഷത്തേക്കാൾ 11 ദിവസം വ്യത്യാസം ഉണ്ടാവും. സൂര്യവർഷം ഒരു വർഷം പൂർത്തിയാകുന്നതിന് 11 ദിവസം മുമ്പ് ചന്ദ്രവർഷം പൂർത്തിയാവും. അതുകൊണ്ടാണ് അല്ലാത്ത കച്ചവടക്കാരെ പോലെയുള്ള ആളുകളൊക്കെ റമദാനിൽ നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന ആളുകളുണ്ടാവും. അല്ലാത്ത കച്ചവടക്കാരായ ആളുകളൊക്കെ ഈ വർഷം കൂട്ടുമ്പോൾ സ്വാഭാവിക അറബി മാസത്തിൽ കൂട്ടണമെന്ന് പറയുന്നത്. സക്കാത്ത് കൊടുക്കുമ്പോൾ ഇല്ലെങ്കിൽ വ്യത്യാസം വരും. കുറെ വർഷം സക്കാത്തിന്റെ കാര്യത്തിൽ വ്യത്യാസം വരും. അത് സൂക്ഷിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അതുകൊണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, തങ്ങളുടെ ചോദ്യം എന്തുകൊണ്ട് മുഹറം മാസം 1 റബീഉൽ അവ്വലിലാണ് ഹിജ്റ നടന്നത്, അതിന്റെ കാരണമാണ് ഞാൻ വിശകലനം ചെയ്തത്. ഇപ്പോൾ ഈ ഒരു ഹിജ്റയുടെ ചരിത്രം പറയുമ്പോൾ തന്നെ നമ്മൾ തന്നെ ഒരുപാട് തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയുണ്ടായി. ഇപ്പോൾ ഒരു ഹിജ്റയുടെ ചരിത്രം പറയുമ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെ തന്നെ ഏതൊക്കെ സ്വഹാബാക്കൾ ഇതിൽ സ്മരിക്കപ്പെടേണ്ടതുണ്ട്? ഹിജ്റയിൽ സ്മരിക്കപ്പെടേണ്ട ഒരുപാട് സ്വഹാബാക്കൾ. അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒന്ന്, പ്രത്യേകിച്ച് ഇന്നത്തെ ലോകത്ത് നമ്മൾ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആലയാണ്. കാരണം 2 സംഭവങ്ങൾ. ഒന്ന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ വേണ്ടി ശത്രുക്കൾ ചുറ്റും വാളും കൊണ്ട് നിൽക്കുകയാണ്. ആ വാള് കൊണ്ട് നിൽക്കേണ്ട സാഹചര്യം തന്നെ സ്വഹാബത്തൊക്കെ ഹിജ്റ പോയി ധാരാളം ആളുകൾ പോയി കഴിഞ്ഞൊരു സാഹചര്യത്തിലാണ്. നബി തങ്ങൾ അവിടെ ചെന്നാൽ അവർക്ക് ലീഡർ ഉണ്ടാവും. ആ ലീഡറേയും കൂടി അങ്ങോട്ട് അയക്കേണ്ട. ഇസ്ലാമിന്റെ പ്രബോധനം എവിടെയും പറ്റില്ല എന്നായിരുന്നു അവരുടെ നയം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന് ചുറ്റും ശത്രുക്കൾ ആരാണ് വെട്ടിക്കൊന്നത് എന്നറിയാത്ത വിധം ഓരോ ഗോത്ര നേതാക്കളും വാളും പിടിച്ചു നിൽക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് വിരിപ്പിൽ കിടക്കാൻ പറഞ്ഞു. അത് ധൈര്യം കാണിച്ചു അദ്ദേഹം ആ വിരിപ്പിൽ കിടന്നു. നബി തങ്ങൾ പോവുകയാണ്. ഒറ്റക്കൊരു മനുഷ്യൻ, ആകെ എല്ലാ വിശ്വാസികളും മക്ക വിട്ടു. 3 പേർ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഒന്ന് സിദ്ദീഖ് തങ്ങൾ പോകാൻ പലപ്പോഴും സമ്മതം ചോദിച്ചപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിനക്ക് നല്ലൊരു കൂട്ടുകാരനെ കിട്ടും. ആ കൂട്ടുകാരൻ അതൊരു പ്ലാനിങ്ങിന്റെ ഭാഗമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്ലാനിങ്ങിന്റെ. രണ്ടാമത്തെ ഒന്ന്, അവിടെ ഉണ്ടായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ. ഈ 3 പേരെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി 2 പേരും പോവുകയാണ്. ഇനി അലി തങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഒറ്റക്ക് ആ പ്രതിസന്ധി നേരിടാൻ അദ്ദേഹം അവിടെ നിന്ന്. 1, 2 വളരെ പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അമീനെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു. ഏതൊരു വിഷയത്തിലും നബി തങ്ങളുടെ വാക്കിനും പ്രവർത്തിക്കും അംഗീകാരം ഉണ്ടായിരുന്നു. ആ അംഗീകാരമുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശ്വസ്തതയിൽ വ്യക്തമായ താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സൂക്ഷിപ്പ് സ്വത്തുകൾ നബി തങ്ങളുടെ കയ്യിൽ കൊടുത്തിരുന്നു. പണം, സ്വർണം, വെള്ളി, ഓരോരുത്തരും അത് കൊണ്ടുപോയി അമാനത്ത് എന്ന് നമ്മൾ പറയും. പാണക്കാട് സെയ്ദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഇപ്പോഴത്തെ പാണക്കാട് തങ്ങന്മാരും ഒക്കെ ഉള്ള സമയത്ത് പലരും കൊണ്ടുപോയിട്ട് ബാങ്കിലിടാതെ പല കാശും അവിടെ, അതുപോലെ തന്നെ പല കാര്യങ്ങളും അവിടെ കൊണ്ടുപോയി പണ്ട് ഏൽപ്പിച്ചിരുന്ന ഒരു പാരമ്പര്യമുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ പ്രമുഖരായ ആളുകളുടെ വീട്ടിലൊക്കെ അങ്ങനെ ഏൽപ്പിച്ചിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോൾ പിന്നെ ബാങ്കും സൗകര്യങ്ങളും സംവിധാനങ്ങളുമായപ്പോൾ മാറ്റം വന്നു. ഒരമാനത്ത്. ഇതുപോലെ ഒരുപാട് അമാനത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ ഇവിടുന്ന് പോയാലും ഇതിന്റെ അവകാശികൾക്ക് ഓരോന്നും എത്തിച്ചു കൊടുത്തിട്ടേ മദീനയിലേക്ക് വരാവൂ. അതൊരു വലിയ സംഭവമാണ്. കാരണം ഈ കൂടി നിൽക്കുന്ന ശത്രുക്കൾ കൊല്ലാൻ നിന്നവർ ഏൽപ്പിച്ചു കൊടുത്ത സാധനമാണ്. അവരേൽപ്പിച്ചു കൊടുത്ത സാധനം ഇനി അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതില്ല, അവർ നമ്മളെ കൊല്ലാൻ വന്നവരല്ലേ എന്ന് കരുതുന്നതിന് പകരം അതിനൊരാളെ ചുമതലപ്പെടുത്തി. ചരിത്രം കൃത്യമായി അഖാമ അലിയും ബി മക്കത്ത സലാസ ലയാലിൻ വയ്യാമഹ, 3 ദിനരാത്രങ്ങൾ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ മക്കത്ത് നിന്നു. എന്തിന്? ഹത്താ അദ്ദാ അൻകുൽ വദാഇ അല്ലതി കാനത് ഇൻദഹു ലിന്നാസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനങ്ങൾ ഏൽപ്പിച്ചിരുന്ന വദാഇകൾ, നിക്ഷേപ വസ്തുക്കൾ അതിന്റെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കാൻ. അതിനു വേണ്ടി മാത്രം 3 ദിവസം മക്കത്ത്. സൂക്ഷ്മമായ പ്ലാനിങ് എന്ന് മാത്രമല്ല, ഇസ്ലാമിന്റെ എത്ര വലിയ അന്തസ്സാണ് അവിടെ നമ്മൾ എടുത്തു നിർത്തേണ്ടത്. കാരണം കൊല്ലാൻ വന്ന ആളുകൾ കൊടുത്ത സ്വത്ത് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി ഒരു അനുയായിയെ 3 ദിവസം മക്കയിൽ നിർത്തി. അത് കൊടുത്തിട്ട് 3-ാം ദിവസമാണ് അദ്ദേഹം പോകുന്നത്. ലോക ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകില്ലല്ലോ. അത്രമാത്രം ഓർക്കപ്പെടേണ്ട പല സ്വഹാബത്തുമുണ്ട്. അതുപോലെ ത്യാഗം സഹിച്ച, നേരത്തെ ഞാൻ പറഞ്ഞ സ്വഹീബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് എല്ലാ സമ്പത്തും കൊടുക്കാൻ തയ്യാറായി. അതുപോലെ പലരും മർദ്ദനമേറ്റവരുണ്ട്, പീഡനമേറ്റവരുണ്ട്, തിരിച്ചു വന്ന് തടവിലിടപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെയുള്ള പലരുമുണ്ട്. അപ്പൊ ആ സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ സ്മരിക്കപ്പെടേണ്ട പലരും ഉണ്ടെങ്കിലും സ്മരിക്കപ്പെടേണ്ട സംഭവത്തിൽ ഏറ്റവും പ്രധാനമാണ് ഇസ്ലാമിന്റെ ഈ ഒരു നീതിബോധം. ഇതൊരു നീതിബോധമാണ്. അത് വളരെ വലിയ ഒരു സംഭവമായി നമ്മൾ ഉയർത്തി കാണിക്കേണ്ടതാണ്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന സമയത്ത് മക്കയെ നോക്കാൻ വേണ്ടി, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി മറ്റാരെങ്കിലും ഏൽപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ മക്കയെ ഉപേക്ഷിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പലായനം ചെയ്തു? മക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിശ്വാസികളും അവിടുന്ന് പോവുകയാണ്. എങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബങ്ങളും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരൊക്കെ അവിടെ ഉണ്ട്. പ്രമുഖരായ എല്ലാ ഗോത്രങ്ങളോടും നബി തങ്ങൾ നല്ല ബന്ധത്തിലായിരുന്നു. പ്രത്യേകം സാധാരണ മദീനയിൽ നിന്ന് നബി തങ്ങൾ പോകുമ്പോൾ ഇസ്ലാമിന്റെ കാര്യം നോക്കാൻ അബ്ദുല്ലാഹി ഇബ്നു മക്തൂം തങ്ങളെ പോലുള്ള ആളുകൾ ഏൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന പോലെ ഒരു ഏൽപ്പിക്കലല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബങ്ങളും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ അവിടെ ഉണ്ട്. അവരുമായി നല്ല ബന്ധത്തിലായിരുന്നു. പലരുമായും നല്ല ബന്ധത്തിലാണ്, പലരുമായും ശത്രുത ഉണ്ടെങ്കിലും നബി തങ്ങളുടെ ഒരു പ്രത്യേക രീതി മക്കയിൽ ജീവിക്കുമ്പോഴും പ്രമുഖ ഗോത്രങ്ങളെയൊക്കെ സന്ദർശിക്കും, അവരോടൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. അങ്ങനെ അവരെ മനസ്സ് മാറ്റിയെടുക്കാൻ പലപ്പോഴും നബി തങ്ങൾ ശ്രമിച്ച ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നബി കുടുംബത്തിൽപ്പെട്ട പലരും നബിയോട് സഹിഷ്ണുതാ മനോഭാവത്തോടു കൂടി തന്നെ, എന്നാൽ ദുരഭിമാനത്തിന്റെ പേരിൽ ഹിജറ പോകാതെ ഇസ്ലാമിലേക്ക് വരാതെ നിന്ന് പലരും ഉണ്ട്. ഇപ്പൊ ഈ പ്രവാചകർ ഹിജറ മദീനയിലേക്ക് ആയപ്പോൾ മദീന ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടു. പ്രവാചകർ ഹിജറ മറ്റൊരു സ്ഥലത്തേക്കായിരുന്നു, ഷാമിലേക്കായിരുന്നുവെങ്കിൽ, ഇതര സ്ഥലങ്ങളിലേക്കാകുമായിരുന്നുവെങ്കിൽ അവിടെ ഈ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നില്ലേ? മാറ്റങ്ങൾ ഈ മദീനയിൽ നിന്നുകൊണ്ട് തന്നെ പല സ്ഥലത്തും ഉണ്ടാക്കാൻ നബിത്തങ്ങൾക്ക് കഴിഞ്ഞു എന്നതാണ് പ്രബോധനത്തിന്റെ ഒരു രീതിശാസ്ത്രം. ഓരോ പ്രദേശത്തേക്കും നബിത്തങ്ങൾ പ്രബോധകന്മാരയച്ചു. ഓരോ രാജാക്കന്മാർക്കും പ്രത്യേകം കത്തെഴുതി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു. ശേഷം ആ നാടിലേക്ക് പ്രത്യേകമായ ആളുകളെ അയച്ചു. അങ്ങനെ ദൂതന്മാരെ കൊണ്ട് കത്ത് കൊടുപ്പിച്ചു. ഈ ദൂതന്മാരുടെ സുരക്ഷിതത്വം നബിത്തങ്ങൾ ഏറ്റെടുത്തു. ആ ദൂതന്മാരുടെ സുരക്ഷിതത്വത്തിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അത്. ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് കാണാൻ കഴിയും, പിൽക്കാലഘട്ടത്തിലും കാണാൻ കഴിയും. ഇപ്പൊ മൂത്തത്തി യുദ്ധം നടന്നത് തന്നെ സന്ദേശവുമായി പോയ ഒരാളെ അവിടുത്തെ ഭരണാധികാരി കൊന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് മൂത്തത്തി യുദ്ധം ഉണ്ടായത്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായ നിലപാടുകൾ കൂടി സ്വീകരിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ ഷാമിൽ ഇസ്ലാമിക പ്രബോധനം കൃത്യമായി നിർവഹിച്ചു. അതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തും ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കാൻ സ്വഹാബത്തിനെ പറഞ്ഞയക്കാൻ നബി തങ്ങൾ ശ്രമിച്ചു എന്നത് വളരെ പ്രധാനമാണ്. ഇതോടെ നമ്മുടെ ഈ ഹിജറയെ കുറിച്ചുള്ള ഒരു അഭിമുഖം പൂർണ്ണമാവുകയാണ്. ഹിജറയുടെ സാമൂഹിക മാനങ്ങളെക്കുറിച്ചും ഹിജറ നമ്മൾക്ക് നൽകുന്ന പാഠങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മളിവിടെ സവിസ്തരം ചർച്ച ചെയ്യുകയുണ്ടായി. ഈ ഒരു അഭിമുഖത്തിന് വേണ്ടി നമ്മോട് സഹകരിച്ച ബഹുമാനപ്പെട്ട സമദ് ഉസ്താദിന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും സാക്ഷിക്ക് വേണ്ടി നന്ദി പറയുകയാണ്. അതുപോലെ നമ്മൾ കേട്ട പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു അഭിമുഖം ഇവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദാറുൽ ഇർഫാനിലെ കുട്ടികൾ ഇത്രയും നല്ല രീതിയിൽ ഒരു കാലിക വിഷയം സമൂഹത്തിൽ എത്തിക്കാൻ നല്ലൊരു മാസികയും അതുപോലെ തന്നെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അള്ളാഹു നിങ്ങൾക്ക് ഇനിയും വിജയം പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.